ഹായ് ഫ്രണ്ട്സ്, PSC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ എന്ന് പറയുന്ന ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള SCERT ചാപ്റ്ററിൽ നിന്നുള്ള ഒരു മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ SCERTയിലെ 7th സ്റ്റാൻഡേർഡിലും 8th സ്റ്റാൻഡേർഡിലും ടെക്സ്റ്റിൽ നിന്നുള്ളതാണ് ഈ രണ്ട് ചാപ്റ്റേഴ്സ്. അതായത് മണ്ണിൽ പൊന്നു വിളയിക്കാം എന്ന് പറയുന്ന 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റിലുള്ള ഒരു ചാപ്റ്ററും അതുപോലെ വീണ്ടെടുക്കാം വിളനിലങ്ങൾ എന്ന് പറയുന്ന 8ാം ക്ലാസ്സിലുള്ള ഒരു ചാപ്റ്ററിനെയും ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പോർഷൻ വരുന്നത്. അപ്പോൾ ആ ചാപ്റ്ററിലെ എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇന്നത്തെ മോക്ക് ടെസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു 1 വേർഡ് ആൻസർ പോലെയല്ല, ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആയിട്ടാണ് എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ചാപ്റ്റർ നിങ്ങൾ ഇനി വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അതിലെല്ലാ പോയിന്റ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു റിവിഷൻ പോലെ നിങ്ങളിത് ചെയ്ത് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇതിലേതെല്ലാമാണ് ശരിയായ പ്രസ്താവനകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ഇത് വായിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ആൻസർ കിട്ടുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മജീവികൾ അടങ്ങിയ പദാർത്ഥങ്ങളാണ് ജീവാണുവളങ്ങൾ. മണ്ണിൽ നൈട്രജൻ്റെ അളവ് കൂട്ടുന്നതിനായി റൈസോബിയം, അസറ്റോബാക്ടർ, അസോസ്പൈറില്ലം തുടങ്ങിയ ബാക്ടീരിയകളെയും അസോള എന്ന ജലസസ്യത്തെയും ഉപയോഗിക്കാം. ജീവികൾ പുറത്തുവിടുന്ന ഫിറമോൺ കണികകളുടെ സമാന രാസഘടനയുള്ള കൃത്രിമ വസ്തുക്കൾ ഉപയോഗിച്ച് കീടങ്ങളെ ആകർഷിച്ച് നശിപ്പിക്കുന്ന രീതിയാണ് ഫിറമോൺ കെണി. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഈ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് ജീവാണുവളങ്ങൾ? മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മജീവികളടങ്ങിയ പദാർത്ഥങ്ങളാണ് ജീവാണുവളങ്ങൾ. മണ്ണിൽ നൈട്രജൻ്റെ അളവ് കൂട്ടുന്നതിനായി റൈസോബിയം, അസറ്റോബാക്ടർ, അസോസ്പൈറില്ലം തുടങ്ങിയ ബാക്ടീരിയകളെയും അസോള എന്ന ജലസസ്യത്തെയും ഉപയോഗിക്കാം. ഇനി ജീവികൾ പുറത്തുവിടുന്ന ഫിറമോൺ കണികകളുടെ സമാന രാസഘടനയുള്ള കൃത്രിമ വസ്തുക്കൾ ഉപയോഗിച്ച് കീടങ്ങളെ ആകർഷിച്ച് നശിപ്പിക്കുന്ന രീതിയാണ് ഫിറമോൺ കെണി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പശുവിൻ്റെ ഇനത്തിൽ പെടാത്തത്? ഓക്കെ, അപ്പോൾ പശുവിൻ്റെ സങ്കര ഇനത്തിൽ പെടാത്തത് ഇതിലേതാണെന്നാണ്? ഓപ്ഷൻ സി ആണ്, മുറ. അപ്പോൾ ജേഴ്സി എന്ന് പറയുന്നതും ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ എന്ന് പറയുന്നതും പശുവിൻ്റെ ഇനമാണ്. മുറ എന്ന് പറയുന്നത് എരുമയുടെ ഇനമാണ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എരുമയുടെ ഇനം മുറ എന്നത് ഏതിൻ്റെ ഇനമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എരുമയുടെ ഇനമാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ബോക്സ് ഇത് നിങ്ങൾ നോക്കി വെക്കണം. അപ്പോൾ പശുവിൻ്റെ ഇനം എന്ന് പറയുന്നത് ഏതാണ്? ജേഴ്സി, അതുപോലെ ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ, അതുപോലെ ഇപ്പുറത്തെ ബോക്സിൽ വെച്ചൂർ, കാസർഗോഡ്, കുള്ളൻ എന്നൊക്കെ പറയുന്നത് പശുവാണ്. എരുമയാണ് മുറ, നീലിരവി, ബദാവരി എന്നൊക്കെ പറയുന്നത് എരുമയാണ്. ആടിൻ്റെ ഇനങ്ങളാണ് തലശ്ശേരി, ജമുനാപ്യാരി, ബോയർ, അതുപോലെ മലബാറി, അട്ടപ്പാടി, ബ്ലാക്ക് എന്നിവ. ഇനി അതുപോലെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് പ്രീവിയസ് ആയി ചോദിച്ചിട്ടില്ല, ജസ്റ്റ് എന്നാലൊന്ന് നോക്കി വയ്ക്കുക. കോഴി ഇനങ്ങളാണ് അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലഗോൺ. താറാവ് ഇനങ്ങളാണ് മസ്കവി, ചാര, ചെമ്പല്ലി. കാട ഇനങ്ങളാണ് ജപ്പാനീസ്, ബോബ് വൈറ്റ് എന്നിവ. അപ്പോൾ ഈ ഒരു ബോക്സ് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക, ടെക്സ്റ്റിലുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തെറ്റായ ജോഡി ഇതിലേതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ HEIA, അതുപോലെ LEISA, NEISA. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം. അപ്പോൾ ഇതിൽ തെറ്റായ ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഈ ബിയും സിയും തെറ്റാണ്. അതായത് ഇത് തല തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം. HEIA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വളങ്ങളും കീടനാശിനികളും വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷിരീതിയാണ്. അതായത് പുറത്തുനിന്ന് നമ്മൾ വളങ്ങളും കീടനാശിനികളും വൻതോതിൽ കൃഷിസ്ഥലങ്ങളിൽ ഉപയോഗിക്കാം. അതായത് ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ എന്നുള്ളതാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് കൊടുക്കുകയാണ്. വളങ്ങളും കീടനാശിനികളൊക്കെ എക്സ്റ്റേണലി നമ്മൾ കുറേ കൊടുക്കുന്നു. ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ. രണ്ടാമത്തെ പറയുന്നത് ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ആണ്. കുറച്ച് മാത്രം, അതായത് നിയന്ത്രിതമായ അളവിൽ. കണ്ടോ, സിയിൽ കൊടുത്തിട്ടുള്ളതാണ് ബിക്ക് മാച്ചായിട്ടുള്ളത്. LEISA ഇത് തല തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത്. LEISA എന്ന് പറയുന്നത് വളങ്ങളും കീടനാശിനികളും നിയന്ത്രിതമായ അളവിൽ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷിരീതിയാണ്. ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. ഇനി സി എന്ന് പറയുന്നത് നോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ആണ്. അതായത് നമ്മൾ പുറമെ നിന്ന് ഒരു വസ്തുക്കളും ഉപയോഗിക്കാതെ ഒന്നിൻ്റെ അവശിഷ്ടം മറ്റൊന്നിന് വളമാക്കിക്കൊണ്ടുള്ള കൃഷിരീതി. അപ്പോൾ ഒന്നിൽ നിന്നുള്ള അവശിഷ്ടം മറ്റൊന്നിന് വളമാക്കി കൊടുക്കുന്നു. വേറെ പുറത്തു നിന്നുള്ള കീടനാശിനികളും വളങ്ങളും ഒന്നും അവിടെ ഉപയോഗിക്കുന്നില്ല. നോ എക്സ്റ്റേണൽ ഇൻപുട്ടാണ്. NEISA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. HEISA എന്ന് പറഞ്ഞാൽ ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട്, നല്ലോണം നമ്മൾ വളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കുന്നു. LEISA എന്ന് പറഞ്ഞാൽ ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നിയന്ത്രിതമായ അളവിൽ മാത്രം വളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കുന്നു.
ഇനി അങ്കോറ, ഗ്രേ ജയൻറ്റ് എന്നിവ എന്തിൻ്റെ ഇനങ്ങളാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അങ്കോറ, ഗ്രേ ജയൻറ്റ് എന്നിവ എന്ന് പറയുന്നത് എന്താ? മുയലിൻ്റെ ഇനങ്ങളാണ്. ഓപ്ഷൻ സി ആണ്, മുയലിൻ്റെ ഇനങ്ങളാണ് അങ്കോറയും ഗ്രേ ജയൻറ്റും. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ റൈസോബിയം അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ലവണങ്ങളാക്കി മാറ്റുന്നു. റൈസോബിയം എന്ന് പറയുന്നത് അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ലവണങ്ങളാക്കി മാറ്റുന്നു. ഒറ്റവൈക്കോൽ വിപ്ലവം എന്ന പുസ്തകം എഴുതിയത് റേച്ചൽ കേഴ്സൺ ആണ്. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന നാരുവിളയാണ് പരുത്തി. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. എയും സിയും ഡിയും എല്ലാം ശരിയാണ്. ഓപ്ഷൻ ബി എന്താ പറഞ്ഞിട്ടുള്ളത്? ഒറ്റവൈക്കോൽ വിപ്ലവം. ഒറ്റവൈക്കോൽ വിപ്ലവം എഴുതിയിട്ടുള്ളത് മസനോബു ഫുക്കുവോക്കയാണ്. മസനോബു ഫുക്കുവോക്ക. അപ്പോൾ റേച്ചൽ കേഴ്സൺ എഴുതിയ പുസ്തകം ഏതാ? നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന പുസ്തകമാണ് റേച്ചൽ കേഴ്സൻ്റെ. ഒറ്റവൈക്കോൽ വിപ്ലവം എന്നുള്ള പുസ്തകം എഴുതിയത് മസനോബു ഫുക്കുവോക്കയാണ്. മണ്ണുത്തിയിൽ പുതിയതായി വികസിപ്പിച്ച പാവൽ വിത്തിനം. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. മണ്ണുത്തിയിൽ പുതിയതായി വികസിപ്പിച്ച പാവൽ വിത്തിനമാണ് ഓപ്ഷൻ സി പ്രിയങ്ക. പ്രിയങ്ക. ഇനി ശരിയായ ജോഡി ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പച്ചമുളക് ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. വഴുതന സൂര്യ, ഹരിത, നീലിമ, ശ്വേത. പയർ ലോല, മാലിക, ജ്യോതിക, ഭാഗ്യലക്ഷ്മി. നെല്ല് പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. അപ്പോൾ ഇതിൽ ശരിയായ ജോഡി എന്ന് പറയുന്നത് എന്താ? എല്ലാം ശരിയാണ്. ഈ തന്നിട്ടുള്ളതെല്ലാം നിങ്ങൾ പഠിക്കണം. എല്ലാം പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. അത് പച്ചമുളകിൻ്റെയാണ്. സൂര്യ, ഹരിത, നീലിമ, ശ്വേത വഴുതനയുടേതാണ്. ലോല, മാലിക, ജ്യോതിക, ഭാഗ്യലക്ഷ്മി പയറിൻ്റെയാണ്. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ എന്ന് പറയുന്നത് എന്താ? നെല്ലിൻ്റെ ഇനങ്ങളുമാണ്. ഇനി ചേരുംപടി ചേർക്കുക. ഇതൊരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചന്ദ്രലക്ഷ ഏതൊക്കെ ഇനങ്ങൾ ചേർന്നിട്ടുള്ളതാണ്? ചന്ദ്രലക്ഷ എന്ന് പറയുന്നത്, അതുപോലെ ചന്ദ്രശങ്കര, ലക്ഷഗംഗ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. A2B3C1. അതായത് നമുക്കിത് ഈ ലക്ഷഗംഗ എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിൽ ലക്ഷ എന്നുള്ളതും ഗംഗ എന്നുള്ളതും വരുന്നുണ്ട്. ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാബോധവും. C1 ആണ്. അത് ഡയറക്റ്റ് നമുക്ക് പഠിച്ചു വയ്ക്കാം. C1 ആണ് ലക്ഷഗംഗ, ലക്ഷദ്വീപ് ഓർഡിനറി, ഗംഗാബോധം. ഇനി ചന്ദ്രലക്ഷ എന്ന് പറയുമ്പോൾ ലക്ഷദ്വീപ് ഓർഡിനറി അവിടെ വരണം. ലക്ഷദ്വീപ് ഓർഡിനറി ഉണ്ട്. ചന്ദ്ര എന്ന് പറയുന്നതിന് ചാവക്കാട് ഓറഞ്ച്. അപ്പോൾ ലക്ഷദ്വീപ് ഓർഡിനറി, ചാവക്കാട് ഓറഞ്ചും. അടുത്തത് ചന്ദ്രശങ്കര. അപ്പോൾ ചന്ദ്ര എന്നുള്ള ഭാഗത്തിന് നമ്മൾ കൊടുത്തിട്ടുള്ളത് ചാവക്കാട് ഓറഞ്ച് എന്നാണ്. പിന്നെ അപ്പുറത്ത് വരുന്നത് വെസ്റ്റ് കോസ്റ്റ് ടോളുമാണ്. അപ്പോൾ A2ഉം B3യും C1ഉമാണ്. ഇത് പഠിച്ചു വയ്ക്കണം. ടെക്സ്റ്റിലുള്ളതാണ്. ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അടുത്തത് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന. പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകളെയാണ് വിളപര്യയം എന്ന് പറയുന്നത്. വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ് ലൈംഗിക പ്രത്യുൽപാദനം. സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല എന്നിവയിൽ നിന്ന് പുതിയതുണ്ടാകുന്നതാണ് കായിക പ്രത്യുൽപാദനം. അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ എ ആണ്. അപ്പോൾ ബിയും സിയും ശരിയാണ്. എന്താണ്? വിത്തിൽ നിന്ന് പുതിയ ചെടികൾ ഉണ്ടാകുന്നതിനെ നമ്മൾ ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയും. വേര്, തണ്ട്, ഇലയിൽ നിന്നാണ് ഉണ്ടാകുന്നതെങ്കിൽ കായിക പ്രത്യുൽപാദനം എന്നുമാണ് പറയുന്നത്. ഇനി ഫസ്റ്റത്തെ ഓപ്ഷൻ എന്താ? പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകൾ. അതിനെ നമ്മൾ ഇടവിള എന്നാണ് പറയുക. ഇടവിള. പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാതെ നമ്മൾ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകളെ ഇടവിള എന്നാണ് പറയുക. അപ്പോൾ വിളപര്യം എന്താണ്? വിളപര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു വിള കൃഷി ചെയ്തതിന് ശേഷം അതേ വിള തന്നെ വീണ്ടും കൃഷി ചെയ്യാതെ മറ്റൊരു വിള കൃഷി ചെയ്യാം. അപ്പോൾ ഒരു വിള കൃഷി ചെയ്ത് അതിൻ്റെ വിളവെടുപ്പിന് ശേഷം അതേ വിള തന്നെ വീണ്ടും കൃഷി ചെയ്യാതെ വേറൊരു വിള കൃഷി ചെയ്യുന്നതിനെയാണ് വിളപര്യം എന്ന് പറയാം. ഇനി മണ്ണില്ലാതെ ചെടികളെ പോഷകലായനിയിൽ വളർത്തുന്ന രീതി. അപ്പം മണ്ണില്ലാതെ ചെടികളെ പോഷകലായനി അല്ലെങ്കിൽ നമ്മൾ ജലത്തിൽ വളർത്തുന്ന രീതി എന്നൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഹൈഡ്രോപോണിക്സ് ആണ്. ഹൈഡ്രോപോണിക്സ്. മണ്ണില്ലാതെ ജലത്തിൽ ചെടികളെ വളർത്തുന്നത്. അപ്പോൾ എയറോപോണിക്സ് എന്താണ്? അത് വായുവിൻ്റെ സാന്നിധ്യത്തിലാണ്. അതായത് ചെടികളുടെ വേരുകൾ വായുവിലേക്ക് ഉയർന്നു നിൽക്കുന്ന രീതിയിൽ നമ്മൾ കൃഷി ചെയ്യും. എന്നിട്ട് പോഷകങ്ങളൊക്കെ ആ വേരുകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ മണ്ണില്ലാതെ ജലത്തിൽ അല്ലെങ്കിൽ പോഷക ലായനിയിൽ നമ്മൾ വളർത്തുന്നു. എയറോപോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എയറിലേക്ക്, വായുവിലേക്ക് വേരുകൾ
പൊന്തി നിൽക്കുന്ന രീതിയിൽ ചെടികൾ വളർത്തിയിട്ട് പോഷകങ്ങളൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കും ആ വേരുകളിൽ. അതാണ് എയറോപോണിക്സ്. ഇനി പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ മണ്ണിനെ പറ്റി പഠിക്കുകയാണ്. അതായത് ആ മണ്ണിൻ്റെ ഘടന, ആ മണ്ണിൻ്റെ pH, മണ്ണിൻ്റെ സ്വഭാവം, രാസ സ്വഭാവം, ഇതൊക്കെ പഠിച്ച് ഏത് വിളയാണോ ആ മണ്ണിന് അനുയോജ്യമായിട്ടുള്ളത് എന്ന് നമ്മൾ ആദ്യം കണ്ടെത്തുന്നു. എന്നിട്ട് ആ വിള കൃഷി ചെയ്യുന്നു. അപ്പോൾ മണ്ണിൻ്റെ രാസഘടനയും കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം ഏത് വിളയാണ് ആ മണ്ണിന് യോജിച്ചത് എന്ന് കണ്ടുപിടിച്ചിട്ട് ആ വിള കൃഷി ചെയ്യുന്ന രീതിയാണ് പ്രിസിഷൻ ഫാമിംഗ്. ഇനി പോളി ഹൗസ് ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു പോളിത്തീൻ കവറൊക്കെ വെച്ച് കൃഷി ചെയ്യുന്ന രീതിയാണ് പോളി ഹൗസ് ഫാമിംഗ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ബി ആണ് ആൻസറായി വരുന്നത്. പോഷക ലായനിയിൽ വളർത്തുന്നത് ഹൈഡ്രോപോണിക്സ് ആണ്. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ തക്കാളിയുടെ ഇനത്തിൽപ്പെടാത്തത്. തക്കാളി ഇനത്തിൽപ്പെടാത്തത് ഇതിലേതാണ്? ഓപ്ഷൻ സി ആണ്, അനാമിക. അപ്പോൾ തക്കാളി ഇനത്തിൽപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് പഠിച്ചു വയ്ക്കുക. മുക്തി, അനഘ, അക്ഷയയാണ്. മുക്തി, അനഘ, അക്ഷയ തക്കാളി ഇനങ്ങളാണ്. എല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. അനാമിക എന്ന് പറയുന്നത് വെണ്ടയാണ്. അനാമിക വെണ്ടയാണ്. അപ്പോൾ ഇനി താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ. അപ്പോൾ ഈ ചാവക്കാട് ഓറഞ്ച്, ഗംഗാബോധം നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഇതൊക്കെ എന്താ? ഇതൊക്കെ തെങ്ങിനങ്ങളാണ്. ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് ഇതൊക്കെ തെങ്ങിനങ്ങളാണ്. അപ്പോൾ ചാവക്കാട് ഓറഞ്ച്, ഗംഗാബോധം എന്നിവ നീളം കൂടിയ തെങ്ങിനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ചാവക്കാട് ഗ്രീൻ എന്ന തെങ്ങിനത്തിൽ നിന്നും പച്ച നിറമുള്ള തേങ്ങകളാണ് ലഭിക്കുന്നത്. മഞ്ഞ, ഓറഞ്ച്, തവിട്ട് നിറങ്ങളുള്ള തേങ്ങകൾ നൽകുന്ന തെങ്ങിനങ്ങളെയാണ് ഗംഗാബോധം, ലക്ഷദ്വീപ് ഓർഡിനറി എന്നിവ. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിലെന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഒന്നും ശരിയല്ല. ഈ തന്നിട്ടുള്ള 3 പ്രസ്താവനകളും തെറ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ചാവക്കാട് ഓറഞ്ച്, ഗംഗാബോധം എന്നിവ നീളം കൂടിയതല്ല, നീളം കുറഞ്ഞവയാണ്. അപ്പോൾ നീളം കുറഞ്ഞതാണ് ഗംഗാബോധവും ചാവക്കാട് ഓറഞ്ച്, അതുപോലെ ചാവക്കാട് ഗ്രീൻ എന്നൊക്കെ പറയുന്നത്. പിന്നെ നമ്മൾ വേറെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ചന്ദ്രലക്ഷ, അതുപോലെ ചന്ദ്രലക്ഷയല്ല, വെസ്റ്റ് കോസ്റ്റ് ടോള്, ഈസ്റ്റ് കോസ്റ്റ് ടോള്, ലക്ഷദ്വീപ് ഓർഡിനറി, ഇതൊക്കെ നീളം കൂടിയവയാണ്. ഇനി ചാവക്കാട് ഗ്രീൻ എന്ന തെങ്ങിനത്തിൽ നിന്ന് പച്ച നിറമുള്ള തേങ്ങ ലഭിക്കുന്നത് എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. പച്ച കളറുള്ള തേങ്ങ തരുന്നത് ലക്ഷദ്വീപ് ഓർഡിനറിയാണ്. പച്ച കളറുള്ള തേങ്ങ തരുന്നത് ലക്ഷദ്വീപ് ഓർഡിനറി, വെസ്റ്റ് കോസ്റ്റ് ടോള്, ഈസ്റ്റ് കോസ്റ്റ് ടോൾ എന്നുള്ള തെങ്ങിനത്തിൽ നിന്നാണ് നമുക്ക് പച്ച കളർ ലഭിക്കുക. ഈ ചാവക്കാട് ഗ്രീൻ, അതുപോലെ ചാവക്കാട് ഓറഞ്ച്, ഗംഗാബോധം എന്നിവയിൽ നിന്നൊക്കെ മഞ്ഞ, ഓറഞ്ച്, തവിട്ട് നിറങ്ങളുള്ള തേങ്ങകളാണ് കിട്ടുന്നത്. അപ്പോൾ ആലോചിക്കാം, മഞ്ഞ, ഓറഞ്ച്, തവിട്ട് നിറങ്ങളുള്ള തേങ്ങകൾ ഗംഗാബോധത്തിൽ നിന്ന് ലഭിക്കും. അതുപോലെ തന്നെ ചാവക്കാട് ഗ്രീന്, ചാവക്കാട് ഓറഞ്ച്. പക്ഷേ ലക്ഷദ്വീപ് ഓർഡിനറിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് പച്ച കളറുള്ള തേങ്ങയാണ്. ഇനി തെറ്റായ ജോഡി ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിസികൾച്ചർ മത്സ്യകൃഷി, ഹോർട്ടിക്കൾച്ചർ പഴം പച്ചക്കറി കൃഷി, ക്യൂണിക്കൾച്ചർ കൂൺ വളർത്തൽ, എപ്പിക്കൾച്ചർ തേനീച്ച വളർത്തൽ, സെറികൾച്ചർ പട്ടുനൂൽപ്പുഴു വളർത്തൽ. അപ്പോൾ ഇതിലേതാണ്? ഓപ്ഷൻ സി ആണ് ഇതിൽ തെറ്റായിട്ടുള്ള ജോഡി. എന്താണ്? ക്യൂണിക്കൾച്ചർ എന്ന് പറയുന്നത് കൂൺ വളർത്തലല്ല, മുയൽ വളർത്തലാണ്. അപ്പോൾ ക്യൂണിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ മുയൽ വളർത്തലാണ്. പിസികൾച്ചർ മത്സ്യം തന്നെയാണ്. ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത് പഴം പച്ചക്കറിയാണ്. എപ്പിക്കൾച്ചർ തേനീച്ചയാണ്. സെറികൾച്ചർ പട്ടുനൂൽപ്പുഴു വളർത്തലുമാണ്. ഇനി താഴെ തന്നിരിക്കുന്നതിൽ വെണ്ടയുടെ ഇനത്തിൽ പെടാത്തത്. അപ്പോൾ വെണ്ടയുടെ ഇനത്തിൽ ഇതിൽ ഏതാ പെടാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കിരൺ, ഹരിത, സൽകീർത്തി, അർക്ക. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ബി ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു ഹരിത, നീലിമ, ശ്വേത, സൂര്യ എന്നൊക്കെ പറയുന്നത് വഴുതനയാണ്. അപ്പോൾ വെണ്ടയുടെയാണ് കിരൺ, സൽകീർത്തി, അർക്ക, പിന്നെ അനാമിക എന്നൊക്കെ പറയുന്നത് വെണ്ടയുടെ ഇനത്തിൽ പെടുന്നതുമാണ്. പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. കിരൺ, സൽകീർത്തി, അർക്ക, ഹരിത ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. ഇനി ചേരുംപടി ചേർക്കുക. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച്, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, കേരള കാർഷിക സർവകലാശാല. ഇത് ഒരുപാട് തവണ PSC റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാം പഠിക്കണം. അപ്പോൾ ഇതിലെ ചേരുംപടി, ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഇതിൽ ആകെ കൂടി ഈ എയും ഡിയും മാത്രം തല തിരിച്ചു കൊടുത്തിട്ടുള്ളൂ. എയും ഡിയും മാത്രമേ തല തിരിച്ചു കൊടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. അതായത് B2, C3, E5 ആണ്. എയും ഡിയും അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിച്ച് കൊടുത്തിരിക്കുകയാണ്. അതായത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് അല്ല, എവിടെയാണ്? ശ്രീകാര്യത്താണ്. ശ്രീകാര്യം. ഇനി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് കോഴിക്കോടാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയമാണ്.
കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രമാണ് കാസർഗോഡ് ഉള്ളത്. അപ്പോൾ കിഴങ്ങുവിള ശ്രീകാര്യത്തും തോട്ടവിള കാസർഗോഡുമാണ്. കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി തൃശ്ശൂരാണ്. അപ്പോൾ ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാതും പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ 2 ചാപ്റ്ററും അരിച്ചു പെറുക്കിയാണ് ഈ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാ പോയിൻറ്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഓരോ ക്വസ്റ്റ്യനും ചെയ്തിട്ടുള്ളത്. ഈ എല്ലാ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ പിന്നെ ആ ചാപ്റ്റർ വായിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഇനി അടുത്തൊരു ചാപ്റ്റർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്